നമ്മളൊക്കെ ആളുകളുടെ നാവിൻ തുമ്പിൽ മുത്തക്കിങ്ങളായി അറിയപ്പെട്ടവരാണ്. പക്ഷെ നമ്മുടെ മനസ്സാ വാച കർമ്മണ നമ്മളുടെ തഖ്വ നമ്മളുമായിട്ട് എത്ര അടുത്തിട്ടുണ്ട് എന്നത് നമ്മൾ പുനഃപരിശോധിക്കേണ്ട സമയമാണ്. നമ്മൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നവരാകുന്നത് വല്ലപ്പോഴുമാണ്. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകൾക്ക് പ്രതീക്ഷ നൽകുന്നത് പോലെ നമ്മളിൽ നിന്നുണ്ടാകുന്ന വീഴ്ചകൾക്കും നമ്മൾ ചെയ്യുന്ന തിന്മകൾക്കും അതിൻ്റേതായ ഗൗരവം കൊടുത്തിട്ടല്ല നമ്മളൊന്നും ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനോട് മാപ്പാക്കണേ എന്ന ചോദ്യം തുലോം കുറവായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയാണ്, നബിയെ, താങ്കൾ ആ കൂട്ടത്തിലുണ്ടായിരിക്കെ, അവരിലുണ്ടായിരിക്കെ, താങ്കൾ ആ കൂട്ടത്തിൽ ജീവിക്കുന്ന ആ സംഘത്തിലുണ്ടായിരിക്കെ അവരെ ശിക്ഷിക്കാൻ ഞാൻ ഒരുക്കമല്ല. എന്നിട്ട് വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാറിലായിരിക്കെ അവരെ ഞാൻ ഉപദ്രവിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. രണ്ട് കണ്ടീഷനാണ് പറഞ്ഞത്. ഒന്ന്, റസൂലേ, ആ സമുദായത്തിൻ്റെ കൂടെ നിങ്ങളുണ്ടെങ്കിൽ ആ സമുദായത്തെ ഞാൻ ഉപദ്രവിക്കുന്ന പ്രശ്നമില്ല, എൻ്റെ ശിക്ഷ അവിടെ വരില്ല. രണ്ടാമത്തത് പറഞ്ഞത് വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാറിലായിരിക്കും, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് അല്ലാഹുവോട് ചെല്ലുന്ന കൗമാണെങ്കിൽ എൻ്റെ ശിക്ഷ അവരെ പിടികൂടുന്നതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അംഫാലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മറ്റൊരിടത്ത് പറയുന്നത് വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിദുൽമിൻ വഅഹ്ലുഹാ മുസ്ലിമൂൻ, എൻ്റെ ശിക്ഷ ആ രാജ്യത്തെ തേടി വരില്ല, ആ രാജ്യത്തെ ഞാൻ ഉപദ്രവിക്കുന്ന പ്രശ്നമില്ല, ആ നാടിനെ ഞാൻ ഇല്ലാതാക്കുന്ന പ്രശ്നം വരുന്നേയില്ല, അങ്ങനൊരു അപകടം ആ നാടിനെ പിടികൂടുകയില്ല. ഇല്ല വഅഹ്ലുഹാ മുസ്ലിമൂൻ, ആ ആളുകൾ, ആ അഹ്ലുകാർ, ഇല്ല വഅഹ്ലുഹാ മുസ്ലിമൂൻ, അവർ ഇസ്ലാഹ് നടത്തുന്ന കാലത്തോളം. ഇസ്ലാഹ് നടത്തുക എന്ന് പറഞ്ഞാൽ നന്മ പ്രവർത്തിക്കുന്ന കാലത്തോളം. അതുകൊണ്ടാണല്ലോ 1444 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിൻ്റെ റസൂൽ മഹത്തരമായ ഒരു ആദർശം പടച്ച തമ്പുരാന്റെ വഹിയിലൂടെ ഈ ഭൂമിയിലുള്ള സത്യവിശ്വാസികളായ ആളുകൾക്ക് അവതരിപ്പിച്ച് അത് പ്രകാശപൂരിതമായ ഒരു പാഥേയമാണെന്ന് ഉറപ്പ് നൽകി അതിൻ്റെ രാത്രി പകലിനേക്കാളും പ്രശോഭിതമാണെന്ന് പ്രഖ്യാപിച്ച അല്ലാഹുവിൻ്റെ റസൂൽ പോയിട്ട് കേരളക്കരയിൽ 100 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇസ്ലാഹി പ്രസ്ഥാനം എന്നുള്ളൊരു പ്രസ്ഥാനത്തിന് അതിന് ആശയം നൽകി കുറച്ച് പണ്ഡിതന്മാരിൽ നിന്നുണ്ടാക്കി ഈ നാട്ടിലെ ആളുകൾക്ക് നന്മ ചെയ്യാനും ഈ നാട്ടിൽ നന്മ വിതക്കാനും അല്ലാഹനെ മാത്രം ആരാധിക്കുന്ന ഒരു സംഘത്തെ ഇവിടെ നിർമ്മിക്കാനും അവർ തുടങ്ങി വെച്ച പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് നമ്മളെല്ലാം. അന്ന് 100 വർഷങ്ങൾക്ക് മുമ്പ് ഓരോ വ്യക്തികളെയും സമുദ്ധരിച്ചെടുക്കാൻ വേണ്ടി മഹാന്മാരായ പണ്ഡിതന്മാർ പണിയെടുത്തത് പ്രിയപ്പെട്ടവരെയും ഇതുപോലെയുള്ള വളരെ പ്രഭയേകുന്ന, വെളിച്ചമേകുന്ന, തണുപ്പേകുന്ന, ഉറച്ചു നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു. അവർക്ക് ഏതെങ്കിലും കടത്തിണ്ണകളിലോ ഏതെങ്കിലും ഓലമേന്റെ ഷെഡുകളിലോ നിന്നായിരുന്നു ഈ ആദർശത്തിൻ്റെ ഉത്ഭവം ഈ കേരളക്കരയിൽ കടന്നു വന്നിരുന്നത്. ഞാനിത് പറയാൻ കാരണം അന്ന് 1444 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിൻ്റെ റസൂൽ ഇസ്ലാമിൻ്റെ ആദർശത്തെ എങ്ങനെ അവതരിപ്പിച്ചുവോ അതിനൊരു മായവും ചേർക്കാതെ, ഒരു വളച്ചുകെട്ടലുകളും ഇല്ലാതെ അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ശേഷക്കാലത്ത് വന്ന മുൻഗാമികളായ ആളുകളുടെ കിതാബുകളെ സംഹരിച്ച് അതിൽ നിന്ന് അറിവുകൾ ശേഖരിച്ച് അതിൽ നിന്ന് തെളിവുകൾ എടുത്ത് പരിശുദ്ധ ഖുർആനിൻ്റെ മലയാളത്തിലുള്ള പരിഭാഷ 30 വർഷക്കാലത്തെ രാവും പകലും അധ്വാനിച്ച് മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ തഫ്സീറാക്കി നമ്മുടെ കയ്യിലേക്ക് ഇട്ടിച്ചിട്ട് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നു. 30 കൊല്ലം ഒരു മനുഷ്യൻ്റെ പണി ഖുർആൻ്റെ അർത്ഥം നാട്ടുകാർ വായിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ്. രാവും പകലും 100 കണക്കിന് കിതാബുകളാണത്രേ അദ്ദേഹം അതിനുവേണ്ടി വായിച്ചത്. സുമാർ അർത്ഥം വെച്ചിട്ട് ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മൾ തല ഉയർത്തി നിൽക്കണം. അദ്ദേഹം മരണപ്പെട്ടിട്ട് വർഷങ്ങളായി. ഇന്നും ഒരായത്തോ അതിൻ്റെ ഒരു വിശദീകരണമോ അതിൻ്റെ ഒരു ലഫ്ളോ മാറ്റി അടുത്ത പ്രിന്റിലൊന്ന് മാറ്റണമെന്ന് വിചാരിക്കാൻ പോലും ഒരു ചാൻസ് കൊടുക്കാത്ത വിധമാണ് അദ്ദേഹം അത് എഴുതിയേക്കുന്നത്. അല്ലാഹു സ്വർഗ്ഗം നൽകുമാറാണ്. നല്ലൊരു അടയാളം ബാക്കി നിർത്തിയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത് പോലും ആ അമാനി മൗലവിയുടെ തഫ്സീർ എന്നതുകൊണ്ടാണ്.
ഞാനത് പറയാൻ കാരണം ആ തഫ്സീറിലുള്ള ആദർശമാണ് നമ്മുടെ ആദർശം. മുൻഗാമികളായ പണ്ഡിതന്മാർ, കേരളക്കരയിൽ ജീവിച്ച പ്രഗത്ഭമതികളായ പണ്ഡിതന്മാർ എഴുതി വെച്ച ഒരു കിതാബും നമുക്ക് വേണ്ടാന്ന് വെക്കേണ്ടി വന്നിട്ടില്ല. 1900-കളിൽ ഈ കേരളക്കരയിൽ ഏതൊരു ആദർശം പ്രചരിപ്പിച്ചു പോകും, 2000-കളിൽ ആ ആദർശം മാറ്റേണ്ടി വരുന്ന ഒരവസ്ഥ, അത് ഞങ്ങളോട് തെറ്റിപ്പോയതായിരുന്നു എന്ന് പറയേണ്ട ഒരവസ്ഥ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല. ഇനിയോ അള്ളാഹുവിന്റെ കലാമും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും മുറുകെ പിടിച്ച് ജീവിക്കാൻ ഒരാൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നേർക്ക് നേരെ വഴി നടത്തുന്നു. ഇനി അതല്ലാതെ സന്മാർഗം ലഭിച്ചതിന് ശേഷം ആരെങ്കിലും മുഖം തിരിച്ചു നടന്നാൽ, ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും പിൻപറ്റുന്നതിൽ നിന്ന് മാറി നിന്നാൽ, മാറി ചിന്തിച്ചാൽ അവൻ തിരിഞ്ഞെടുത്ത് തിരിച്ചു നടത്തുന്ന അല്ലാഹു. ആരെങ്കിലും അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ അല്ലാത്ത ഒന്നിൽ നിന്ന് മറ്റൊരു കിതാബ് ഗൈഡ് ലൈൻ ആയിട്ട് എടുത്താൽ അവനെ അള്ളാഹു വഴിപിഴപ്പിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആദർശം അതാണ്, കറകളഞ്ഞ ആദർശം. വളഞ്ഞ് ഒരു ദിവസം അത്, ഒരു ദിവസം ഹറാമായത് പിറ്റത്തെ കൊല്ലം ഹലാലാകുക, ഒരു ദിവസം ഹലാലായത് പിറ്റത്തെ കൊല്ലം ഹറാമാകുക. അങ്ങനെയില്ല. 1444 വർഷങ്ങൾക്ക് മുമ്പ് അറഫാത്ത് കുന്നിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂല് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദൈതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇന്നേ ദിവസം ദീനത ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ ഓർഡർ റസൂൽ പറയുകയാണ്. അന്ന് പ്രവാചകൻ എന്തൊന്ന് ഹറാമാക്കിയോ അതിന്നും ഹറാമാണ്, അന്ന് പ്രവാചകൻ എന്തൊന്ന് ഹലാലാക്കിയോ അതിന്നും ഹലാലാണ്. ഒരു മാറ്റമില്ല എന്നുള്ളത് അതാണ് നമ്മുടെ ആദർശം. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെയും റസൂലിനെയും കൃത്യമാക്കി അനുസരിച്ച് പഠിച്ച് ജീവിതത്തിലേക്ക് പരമാവധി പകർത്തിയെടുക്കാൻ ശ്രമിക്കുക വേണ്ടി. എല്ലാവരുടെയും ഈമാനും ഒരേ ഈമാനല്ല, പലരും പലതായിരുന്നു. പ്രവാചകന്റെ കാലത്ത് പരിശുദ്ധ ഖുർആൻ കേട്ടാൽ തലചുറ്റി വീഴുന്ന ആളുകളുണ്ടായിരുന്നു, ബോധം കെട്ടുപോകുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ വായിൽ നിന്ന് ആയത്ത് കേൾക്കുന്നത് മിസ്സായി പോകുന്നതിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകാതെ വിശന്നിരുന്ന് റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചിട്ട് അടുത്ത തവണ അല്ല അബൂ ഹുറൈറ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ എന്ന് ചോദിക്കും. ഇല്ല റസൂലേ, ഞാൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാതെ പള്ളിയിലിരിക്കുകയും എന്നിട്ട് വിശന്നിട്ട് തലചുറ്റി വീഴുകയും ചെയ്ത ചരിത്രമുണ്ട് അബൂ ഹുറൈറ. പ്രവാചകനിൽ നിന്നൊരു വാക്ക് മിസ്സാകരുത് എന്ന് വിചാരിക്കും. റസൂലുള്ളാഹിക്ക് സാഗൂതം ചെവി കൊടുത്തുകൊണ്ട് ജീവിച്ച സഹാബത്ത് അബ്ദുല്ലാഹി ഇബ്നു റവാഹയുടെ ചരിത്രമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് മിമ്പറിൽ വെച്ച് ഖുതുബ പറയും. അപ്പൊ ആളുകൾ ഇങ്ങനെ നടന്നു. അന്ന് റസൂൽ നിയമം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ഖുതുബ പറയുമ്പോൾ സംസാരിക്കരുത്, ആളുകളുടെ ചുമലുകൾ കടന്നിട്ട് കയറിയിരിക്കാൻ പാടില്ല, അതേപോലത്തെ ഒരുപാട് അലസമായിട്ടിരിക്കാൻ പാടില്ല, ആളുകളോട് സംസാരിക്കാൻ പാടില്ല, സംസാരിക്കുന്നവരോട് അരുതേ എന്ന് പോലും പറയാൻ പാടില്ല. ഇതൊക്കെ പഠിപ്പിക്കുന്ന റസൂൽ ഖുതുബയിൽ ഒരു ദിവസം ഇജ്ലിസൂ, നിങ്ങൾ ഇരിക്കണേ എന്ന് പറഞ്ഞിരുന്നു ഖുതുബയിൽ. സഹാബാക്കൾ പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന് അബ്ദുല്ലാഹി ഇബ്നു റവാഹ നേരം വൈകിട്ടാണ് വന്നത്. അദ്ദേഹം ഇങ്ങനെ ബേജാറോടെ വേഗത്തിൽ വരുന്നത് കണ്ടിട്ടുണ്ട്, പള്ളിയിലെത്തിയിട്ടില്ല. അദ്ദേഹം പെട്ടെന്ന് തന്നെ വഴിയിലങ്ങട്ട് ഇരുന്ന് കളഞ്ഞു. ഖുതുബ തീരുന്നത് വരെ അദ്ദേഹം വഴിയിലായിരുന്നു എന്ന് പറഞ്ഞു. ഖുതുബ കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല അബ്ദുല്ലാ, എന്താണ് സംഭവം? അബ്ദുല്ലാഹി ഇബ്നു റവാഹ പറഞ്ഞെന്തറിയോ? പ്രവാചകരെ, ഞാൻ ഇന്ന് അല്പം വൈകിട്ടാണ് വന്നത്, ഞാൻ താങ്കളുടെ ഖുതുബ സാഗൂതം കേട്ടുകൊണ്ടുവരികയാണ്. ആ സമയത്ത് ഇജ്ലിസൂ, നിങ്ങൾ ഇരിക്കണേ എന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നീട് എൻ്റെ ഒരു കാല് ഒരല്പം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് അനുസരണക്കേട് കാണിച്ചതിന്റെ പേരിൽ പരലോകത്ത് ഞാൻ ശിക്ഷിക്കപ്പെടുമോ എന്ന് ഭയന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് കളഞ്ഞതാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. മുൻഗാമികളൊക്കെ അങ്ങനെയാണ്. നമ്മളൊക്കെ ന്യായം കണ്ടെത്തുക ചെയ്യുക. സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് കേട്ടാൽ, സക്കാത്തിന്റെ പേജുകൾ വായിച്ചാൽ, സക്കാത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാലും പിശാച് നമ്മളോട് പറയും നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ. എന്നിട്ട് നമ്മൾ പണ്ഡിതന്മാരെടുത്ത് പോകും, ഞാൻ തരേണ്ടതുണ്ടോ, അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും നിങ്ങൾ സക്കാത്ത് തരണ്ടാന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അയാൾക്ക് സന്തോഷം. പരമാവധി സക്കാത്ത് ഇല്ലാണ്ടാക്കാൻ, അല്ലേ? പലിശ സാർവത്രികമായാൽ കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി. കാലാവസ്ഥ ഒക്കെ തെറ്റിപ്പോയി എന്ന് നമ്മളൊക്കെ സംസാരിക്കുമ്പോഴും, പള്ളിക്കവലകളിൽ വെച്ചും അങ്ങാടിപ്പുറത്ത് വെച്ചും നമ്മൾ ഇതൊക്കെ സംസാരിക്കുമ്പോഴും നമ്മളും പലിശയിൽ പെട്ടിട്ടുണ്ടല്ലോ എന്നാരും ചിന്തിക്കാറില്ല. മുൻഗാമികളായ ആളുകൾ ജാഗ്രത പുലർത്തി പാടില്ല എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഒരണുത്തൂക്കം പോലും പലിശയുടെ അംശം ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, വരുമാനത്തിലേക്ക്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്ന സുഖത്തിനകത്ത് പോലും ഒരു പലിശയുടെ കണം പോലും ഉണ്ടാകരുതെന്ന് ശ്രദ്ധിച്ചവരായിരുന്നു ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഹ്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കും,
അദ്ദേഹത്തിന് ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ്റെ വീട്ടിലെ ഓലമേഞ്ഞ ഈന്തപ്പനയോലമേഞ്ഞ വീടിൻ്റെ ഓരത്തുള്ള തണലിൽ ഒരു കല്ലിൻ്റെ പുറത്ത് ഇരുന്നിട്ട് കഥ പറയുന്നാതെ ഇരിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഒരുപാട് ദിവസങ്ങൾ അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. ഒരിക്കൽ ആ കൂട്ടുകാരൻ അബൂ ഹനീഫയോട് ഒരു പണം കടം വാങ്ങി. ഇന്ന ഡേറ്റിൽ തരാമെന്നുള്ള കണ്ടീഷനിൽ അന്ന് മുതൽ അബൂ ഹനീഫ ആ വീട്ടിൽ വന്നിട്ടില്ല. മാത്രവുമല്ല പ്രിയപ്പെട്ടവരെ, ഡേറ്റ് കൃത്യമായപ്പം ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല അവിടെ വന്നിട്ട് വാതിൽക്കൽ വന്നിട്ട് സലാം ചൊല്ലി. ഈ വീട്ടുകാരൻ വാതിൽ വന്ന് വലൈക്കും മുസ്സലാം എന്ന് പറഞ്ഞ് കർട്ടൻ നീക്കിയപ്പോൾ അബൂ ഹനീഫ പിന്നിലോട്ട് മാറി വെയിലത്ത്, നമ്മുടെ നാട്ടിലല്ല, മൺസൂൺ രാജ്യത്തല്ല, നല്ല ചുട്ടുപൊള്ളുന്ന മണലാരണ്യമുള്ള മക്കത്തെ മണലിൽ ആ വെയിലിൽ അബൂ ഹനീഫ നിൽക്കുന്നത് കണ്ടിട്ട് വീട്ടുകാരൻ വിളിച്ച്, ഇങ്ങോട്ട് വരി, നിങ്ങൾ എന്തിനായി വെയിലത്ത് നിൽക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞു. അബൂ ഹനീഫ പറഞ്ഞു, ഇല്ല സഹോദര, ഇരിക്കുന്നില്ല. നിങ്ങൾ എന്നും ഇരിക്കുന്ന സ്ഥലമല്ലേ, നിങ്ങൾ ഒരുപാട് ഇരുന്നവനല്ലേ, ഇങ്ങോട്ട് വരി എന്ന് പറഞ്ഞു. അബൂ ഹനീഫ പറഞ്ഞത് എന്താണെന്നറിയോ? സഹോദര, ഞാനും നീയും തമ്മിൽ ഒരു ഇടപാടുണ്ട്. ഇന്നാണ് ആ ഡേറ്റിന്റെ അവസാനം. അതിനിടയിൽ ഞാൻ നിന്റെ വീടിന്റെ തണലിലെങ്ങാനും ഒന്നിരുന്നാൽ ഞാൻ ഈ കടം നിനക്ക് തന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു സ്വാധീനത്തെ, ഒരു സുഖത്തെ ഞാൻ ആസ്വദിച്ചത് എൻ്റെ പലിശയായിട്ട് മാറുമോ എന്ന് ഭയപ്പെടുന്നുണ്ട് സഹോദര എന്നാ അബൂ ഹനീഫ ഉത്തരം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അവിടേക്ക് എത്തണം നമ്മളല്ലോ. ഇതിങ്ങനെ ക്ലാസ്സൊക്കെ കേട്ട് ചരിത്രങ്ങൾ എൻ്റെ ഉമ്മോ എന്ത് വലിയ പണ്ഡിതന്മാരാണ്, എന്ത് വലിയ മുൻഗാമികളാണ്. നമ്മൾ ആവേശം കൊണ്ടിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവർ. നമ്മുടെ ജീവിതത്തിലും ഉച്ചൂടും ഇത്തരുണത്തിലുള്ള സൂക്ഷ്മത കടന്നു വന്നാലാണ് ഒരു വ്യക്തി എന്ന നിലക്കുള്ള ഒരു സ്വഭാവ സവിശേഷത നമ്മളെപ്പറ്റി പറയാൻ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ, ഉണ്ടാകണം. നമ്മൾ ചെയ്യുന്ന ന്യൂനതകൾ മറച്ചു വെക്കുന്നവരായിരിക്കും നമ്മൾ മക്കൾ. നമ്മൾ ചെയ്യുന്ന ന്യൂനതകൾ പുറത്ത് പറയാത്തവളായിരിക്കും നമ്മുടെ ഭാര്യ. നമ്മൾ ചെയ്യുന്ന ന്യൂനതകൾ കണ്ടു മടുത്തവരായിരിക്കും നമ്മുടെ മാതാപിതാക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യത്തിൽ അവൻ്റെ മലക്കുകൾ, കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ മലക്കുകൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കിതാബിനകത്ത് നമ്മൾ ഈ പറഞ്ഞ ഇവരൊക്കെ മറച്ചു വെച്ച ന്യൂനതകൾ നാളെ വെളിപ്പെടുന്നൊരു ദിനമുണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലേ? അതുകൊണ്ടാണ് അള്ളാന്റെ ഖുർആൻ പറഞ്ഞില്ലേ, നബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. നബിയെ പറ, എല്ലാവരോടും പറഞ്ഞു കൊടുക്ക്, വിളിച്ചു പറ, നബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിച്ചോളി, ഞാൻ എല്ലാവരെക്കാളും പൊറുക്കുന്നവനാണ്. അള്ളാഹിന്റെ പൊറുക്കൽ അങ്ങനെയാണ്. നമ്മൾ ഏറ്റവും നല്ല ഇന്റിമേറ്റായ ഫ്രണ്ട്സുകൾ തമ്മിൽ തെറ്റിയാൽ ചിലപ്പോൾ നാട്ടുകാരൊക്കെ ഇടപെട്ടത് കോംപ്രമൈസ് ആകും. തെറ്റിദ്ധാരണയായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ അത് കോംപ്രമൈസ് ആകും. പക്ഷേ ആരും തന്നെ പഴയതുപോലെ എന്താവാറില്ല, ഇന്റിമേറ്റ് ആവാറില്ല. ആ ഇന്റിമസി അതോടെ തകർന്നു പോകും, ആ ട്രസ്റ്റ് അതോടുകൂടി തകർന്നു പോകും. അള്ളാഹു അങ്ങനെയല്ല പ്രിയപ്പെട്ടവർ, മുമ്പത്തെക്കാളും പടച്ചവൻ സ്നേഹിക്കുന്ന പറഞ്ഞത്, ഇന്നഹു കാന ഗഫാറ. അള്ളാഹു അങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഗഫൂറാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, നബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ ഏറ്റവും വലിയ ഗഫൂറാണ്, നിങ്ങൾ പൊറുക്കൽ ചോദിച്ചോളൂ. അതിന്റെ തൊട്ടടുത്ത പദം അറിയുമോ? വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എൻ്റെ ശിക്ഷ അതികഠിനമായ ശിക്ഷയുമായിരിക്കും കേട്ടോ. മനസ്സിലായോ? പൊറുക്കാനായിട്ട് നമ്മൾ അടുത്താൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹ് നമുക്ക് പൊറുത്തു തരും. 100 തവണ തൗബ ചെയ്യുകയും ആ ഓരോ തൗബകൾക്കിടയിലും പാപം ചെയ്തവരോടും നിങ്ങൾ നിരാശപ്പെടണമെന്നാണ് പറഞ്ഞത്. 101ാമത്തെ തവണ അവൻ തൗബക്കിരുന്നാൽ നമ്മുടെ റബ്ബ് പൊറുക്കും പ്രിയപ്പെട്ടവരെ, നമ്മുടെ റബ്ബ് പൊറുത്തു തരും. ഇനി മാത്രവുമല്ല, നിങ്ങൾക്കതിനായിട്ടില്ലേ, നിങ്ങൾ സ്വാലിഹീങ്ങളായ സന്താനത്തെ ഈ ഭൂമിയിൽ മാറ്റി വെച്ചിട്ടാണ് തിരിച്ചു പോകുന്നതെങ്കിൽ അവരുടെ പ്രാർത്ഥന കൊണ്ടവന്ന തേടിത്തരുന്ന ആലോചിക്കുക. എത്ര കാരുണ്യവാൻ, ആർക്കാവുള്ളത് പ്രിയപ്പെട്ടവരെ ഇങ്ങനൊരു ദൈവം? ആ റബ്ബിനോട് നമ്മൾ ഈ ചാൻസുകൾ ഉപയോഗിച്ചിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ നമ്മൾ വ്യക്തിയായിട്ട് കാര്യമില്ല, പോപ്പുലറായിട്ട് കാര്യമില്ല, ജനങ്ങൾ മുത്തഖി എന്ന് വിളിച്ചത് കൊണ്ട് കാര്യമില്ല, 4ഓ 5ഓ പള്ളികളിൽ വെച്ച് ജനാസ നമസ്കരിച്ചതുകൊണ്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. 5ഓ 10ഓ തവണ ജമാഅത്തിൽ നമ്മുടെ ജനാസയ്ക്ക് ഇമാമത്ത് നിന്നിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. ഒരു കാര്യമില്ല. ഇബാദത്തുണ്ടെങ്കിൽ, അമൽ സ്വാലിഹാത്തുണ്ടെങ്കിൽ, ഏറ്റവും നല്ല വ്യക്തിയായി നമ്മുടെ നാട്ടുകാർ പറഞ്ഞാൽ പോരാ, നമ്മളുടെ മനസ്സാക്ഷി നമ്മളോട് പറയണം, നിങ്ങൾ നല്ലവനാണ്. അതിൻ്റെ സുഗമമായ സൗകര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നമ്മൾ തുറന്നു കൊടുക്കുന്ന വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ എന്ന് പറഞ്ഞു. നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിങ്ങൾക്കൊരു പോംവഴി തുറന്നു തരും. വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നിങ്ങൾക്ക് അള്ളാഹു റിസ്ക് എത്തിച്ചു തരുന്ന പരിശുദ്ധ ഖുർആൻ ഇസ്തിഗ്ഫാർ നടത്തുന്ന ആളുകളെ കൊണ്ട് പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടത്. അതുകൊണ്ട് അവിടേക്കാണ് നമ്മളുടെ ശ്രദ്ധ പോകുന്നത്. നന്നാവാൻ നമ്മളൊക്കെ ഓക്കെയാണെന്ന് വിചാരിച്ചാൽ നന്നാവൂല.
നമ്മളൊക്കെ അല്ലാണ്ട് ആരാണ് ഈ നാട്ടിൽ പിന്നെ എന്ന് വിചാരിച്ചാൽ നന്നാവില്ല. നരകം പറഞ്ഞത് എല്ലാരും കാണേണ്ടി വരും നരകം. എല്ലാരെയും കാണിക്കും. നമ്മളൊക്കെ ഒരുമിച്ച് കൂടുന്ന സമയത്താണ് നരകത്തെ കൊണ്ടുവരിക. അതിന്റെ മുകളിലൂടെ ഒരു സിറാത്ത് എന്ന പാലമുണ്ട്. ആ പാലത്തിനപ്പുറത്താണ് സ്വർഗം. ഈ പാലത്തിലേക്ക് ചിലരെ പ്രവേശിക്കുക പോലുമില്ല. നേർക്ക് നേരെ നരകത്തിലേക്ക് ഇടുന്ന ഒരു കൂട്ടരുണ്ട്, കുഫാറുകളുണ്ട്. ആ ആളുകൾക്ക് പുറമെ ജനങ്ങൾക്ക് മുന്നിൽ നല്ലവരായി ജീവിച്ചവർ ആ പാലത്തിലുണ്ടാകും. ഉള്ളു കേടായാലും അവർ പാലത്തിലുണ്ടാകും. മുനാഫിക്കുകളായി ജീവിച്ചവർ പാലത്തിന്റെ മേലെ ഉണ്ടാകും. മുത്തഖീങ്ങളായ മുഖലിസുകളായ ആളുകളും പാലത്തിലുണ്ടാകും. ജനങ്ങൾക്ക് മുന്നിൽ നല്ലവരെന്നും ഉള്ളിന്റെ ഉള്ളിൽ കേടായി ജീവിച്ചവനും ഈ സിറാത്ത് പാലത്തിൽ ഉണ്ടാകും. എന്നിട്ട് അവർ ഒന്നിച്ചിങ്ങനെ യാത്ര തുടങ്ങും. ഓരോരുത്തർക്കും വ്യത്യസ്ത വെളിച്ചമായിരിക്കും, വ്യത്യസ്ത നൂറായിരിക്കും ആ പാതയത്തിൽ ഉണ്ടാവുക. മുനാഫിക്കുകളായ ആളുകൾ എല്ലാ കൂട്ടത്തിലുണ്ടെന്ന ഖുർആൻ പറഞ്ഞില്ലേ, വമിമ്മൻ ഹൗലക്കും മിനൽ അഗ്റാബി മുനാഫിഖൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് അഗ്റാബികളിൽ മുനാഫിക്കുകളുണ്ട്. വമിൻ അഹ്ലിൽ മദീന, മദീനക്കാരിൽ മുനാഫിക്കുകളുണ്ട്. ഖുർആൻ പറയാ ഇവരൊക്കെയും സിറാത്തിലുണ്ടാകും. പക്ഷേ ഓരോരുത്തരും അടർന്നടർന്ന് വീണ് അങ്ങേയറ്റത്തെത്തുന്നവൻ മുഖലിസായ മുത്തഖിയായ മനുഷ്യൻ മാത്രമായിരിക്കും. നമ്മളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അതിൻ്റെ. ഓരോരുത്തരും അവനവന്റെ ഇബാദത്തിനനുസരിച്ചും കലർപ്പില്ലാത്ത ധർമ്മം ചെയ്തതിനനുസരിച്ച് അവൻ ഇങ്ങനെ മുന്നോട്ട് പോകും. നല്ല ഇബാദത്ത് ചെയ്ത ആളുകൾക്കുള്ള പ്രകാശം അപാരമായ പ്രകാശമായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവരിങ്ങനെ വേഗത്തിൽ സിറാത്ത് കടന്ന് സ്വർഗത്തിലേക്ക് എത്തും. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. അല്ലാഹു സത്യവിശ്വാസത്തെ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് കാനത്തിലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാന. ഫിർദൗസ് ആകുന്ന സ്വർഗ്ഗമാണ് അവർക്ക് കിട്ടുന്നത്. ഖാലിദീന ഫീഹാ, അവർ അവിടെ സ്ഥിരവാസികളായി ഒരിക്കലും മടുപ്പ് വരാത്ത വിധം ഇങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് അവിടെ എല്ലാ കാലത്തേക്കുമായി ജീവിക്കുന്നവരായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മാറണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്തിലെത്തും. പക്ഷെ തിന്മകളുണ്ടെങ്കിൽ ഓരോ തിന്മകൾക്കും നരകത്തിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടല്ലാതെ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തില്ല. ഇതൊന്നും ഒരു ദിവസം കൊണ്ട് തീർത്തിട്ട് ബാക്കി 99 ദിവസം സ്വർഗത്തിലല്ല. എല്ലാ ശിക്ഷയും നല്ല വെടുപ്പിൽ തന്നത് സ്വീകരിച്ചിട്ട് പടച്ചോനെ ഒരു സെക്കൻഡ് കൂടി എനിക്ക് ഭൂമുഖത്ത് ജീവിക്കാൻ അവസരം തന്നാൽ ഞാൻ തിരുത്തി നന്നായി വരാമെന്നൊക്കെ നമ്മൾ വിളിച്ചു പറയും. ഇതൊന്നും അവിടെ റഹ്മാനായ റബ്ബ് വില കൊടുക്കാത്തതായിരിക്കും. അതുകൊണ്ട് വ്യക്തിഗത നമ്മൾ നോക്കുമ്പം വ്യക്തിത്വം നമ്മൾക്ക് അറിയുള്ളൂ. നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ നമ്മൾ ആരാണോ അതാണ് നമ്മൾ. നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ നമ്മൾ ആരാണോ അത് മാത്രമാണ് നമ്മൾ. ആ നമ്മളെ മാത്രമേ അള്ളാഹ്ക്കറിയൂ. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ നമ്മൾ ആരാണോ ആ മുഹമ്മദിനെ, ആ ബിലാലിനെ, അല്ലേ, ആ മൊയ്തീൻ കുട്ടിയെ, ആ അബൂബക്കറിനെ, ആ കുഞ്ഞു മുഹമ്മദിനെ, അവരെ അള്ളാഹ്ക്കറിയുള്ളൂ. നമ്മൾ ഈ കാണുന്ന നമ്മളെ അള്ളാഹ്ക്കറിയില്ല, അള്ളാഹ് ശ്രദ്ധിച്ചിട്ടില്ല, അള്ളാഹ് അങ്ങനെ ഒരാളെ കാണില്ല. അള്ളാഹ് കാണുക നമ്മുടെ തഖ്വയിലേക്ക് നോക്കിയിട്ടാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ആ തഖ്വ ഹാഹുന, ഇവിടെയാണ് തഖ്വ എന്നാ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ കലർപ്പില്ലാത്ത വിശ്വാസത്തിന്റെ അപ്പുറത്ത് കലർപ്പില്ലാത്ത കർമ്മങ്ങളിലൂടെ സ്വഭാവങ്ങളിലൂടെ മുന്നേറിയാൽ പ്രിയപ്പെട്ടവരെ നാളെ റബ്ബിന്റെ കോടതിയിൽ നല്ല വ്യക്തിയായി തിരിച്ചറിയപ്പെടുകയും നാളെ അമ്പിയാക്കളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, സച്ചരിതരുടെ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള സർട്ടിഫിക്കറ്റ്, അതിൻ്റെ എൻട്രി നമുക്ക് കിട്ടും. അള്ളാഹു അത്തരത്തിൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ബാധ്യതകളുണ്ട് നമുക്ക്, നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ. അങ്ങനെയുള്ള ഒരു കൂട്ടരുണ്ട്, ആദർശക്കാരെ നമുക്ക് കാണാം. അദ്ദേഹത്തിന് എല്ലാ ദീനും ഉണ്ടാകും, മറ്റുള്ളവരത് പാലിക്കണമെന്ന് നിർബന്ധം അവർക്ക് ഉണ്ടാവില്ല. ആരോടും പറയാറില്ല. കുടുംബത്തിൽ ദീന് പറയാതെ പബ്ലിക്കിൽ ദീന് പറയുന്ന ആൾക്കാരുണ്ട്. കുടുംബത്തിൽ ദീനിനെ പറ്റി ചർച്ച ചെയ്യാതെ സമൂഹത്തിൽ ദീനുമായി ഓടുന്നവരുണ്ട്. നമുക്ക് ആലോചിക്കേണ്ടത്, നമ്മളത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് റസൂലുള്ളാഹി ഇഖ്റ ബിസ്മി കണ്ട് പേടിച്ച് കിടന്ന് അടുത്ത ആയത്തേതാ, അടുത്ത വന്ന ജിബ്രീൽ എന്തുകൊണ്ടാ വന്നത്? യാ അയ്യുഹൽ മുദ്ദസിർ, പുതപ്പെട്ട് മൂടിയവനെ എണീറ്റോളി. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഖിർ. കുടുംബത്തിലേക്ക് പോയിട്ട് ദീന് പറഞ്ഞു കൊടുക്കാൻ. ഇസ്ലാമിക ചരിത്രത്തിലെ എല്ലാവരും നിങ്ങൾ നോക്കിക്കോളി, തൊട്ടടുത്ത കുടുംബത്തിലാ പോയിട്ട് ദീന് പറഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും അങ്ങനെയായിരുന്നു. എല്ലാ സഹാബാക്കളും അവരവരുടെ കുടുംബക്കാരെ. നമ്മളൊക്കെ ഈ മതം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വിചാരിക്കും അവിടെ ഹോമിങ്ങളുണ്ട്, ഭാര്യ വേണമെങ്കിൽ ജയിച്ചോട്ടെ, ഭർത്താവ് വേണമെങ്കിൽ കഴിച്ചാലായിക്കോട്ടെ. പറ്റൂല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഉത്തരവാദിത്തം അതിനുവേണ്ടി മെനക്കെട്ടവർ, അതിനുവേണ്ടി കരഞ്ഞല്ലാനോട് പ്രാർത്ഥിച്ചവർ,
അതിനുവേണ്ടി ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രവാചകനെ പോലും റസൂലുള്ളാഹിനെ പോലും പഠിപ്പിച്ചത് എന്താ? ഹിദായത്ത് ഞാനാണ് കൊടുക്കുക. പക്ഷെ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഡ്യൂട്ടിയുണ്ട്. ഇത് നമുക്ക് അവരോടുള്ള പ്രതിബദ്ധതയാണ്. കുടുംബത്തോട് നമുക്ക് കാണിക്കേണ്ട പ്രതിബദ്ധത അതാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏത് ചരിത്രങ്ങൾ എടുത്തു നോക്കിയാലും അവർ കുടുംബത്തെ ചേർത്ത് പിടിക്കുകയും അവരെ എങ്ങനെയെങ്കിലും ഇതിലേക്കാക്കാൻ വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അബൂ ഹുറൈറയൊക്കെ എനിക്കറിയോ, പാവപ്പെട്ട ഒരു സഹാബിയാണ്. എല്ലാ ദിവസവും റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് കരയും. എന്താണെന്നറിയോ? അള്ളാഹിന്റെ റസൂലേ, എനിക്ക് എൻ്റെ ഡ്രസ്സ് തരുന്ന, വസ്ത്രം കഴുകി തരുന്ന, ഭക്ഷണം തരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മ നമ്മളോടൊപ്പം ഇല്ല റസൂലേ. ഉമ്മാക്ക് എത്ര പറഞ്ഞു കൊടുത്തിട്ടും ഉമ്മാക്ക് മനസ്സിലാകുന്നില്ല പ്രവാചകനെ. എന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടമതായിരുന്നു. എല്ലാ കാലത്തും ഏത് സദസ്സിൽ വെച്ചും തരിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ ഉമ്മാക്ക് എൻ്റെ മരണത്തിന്റെ മുമ്പ് ഹിദായത്ത് വേണം. അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കും. ഞാൻ എത്ര പറഞ്ഞിട്ട് ഉമ്മാക്ക് മനസ്സിലാകുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന് അദ്ദേഹത്തിന്റെ ആ സങ്കടം കണ്ട് സഹിക്കാനായില്ല. പ്രവാചകൻ ആകാശലോകത്തേക്ക് കൈകളുയർത്തി പ്രാർത്ഥിച്ചു. എന്നുണ്ടായത്? അബൂ ഹുറൈറ വീട്ടിലേക്ക് പോകുമ്പോൾ ഉമ്മ കുളിക്കുകയാണ്. സലാം ചൊല്ലി സലാം മടക്കി കർട്ടൻ തുറന്ന് തൻ്റെ പൊന്നുമകനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞാനുണ്ട് നിന്റെ കൂടെ, ഞാൻ നിന്റെ മുഹമ്മദിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമ്മ ഷഹാദത്ത് ചെല്ലുമ്പോൾ ഉമ്മാനെ കെട്ടിപ്പിടിച്ചിട്ട് പിന്നെ കുതറിയിട്ട് ഓടുകയാണ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, നമ്മുടെ ഉമ്മ നമ്മളോടൊപ്പം വന്നിട്ടുണ്ട്. ആലോചിച്ച് നോക്ക്, എന്താ അതിലെ സന്തോഷം എന്നറിയൂ? അവർക്കറിയാം, അവർക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഈ സത്യബോധനത്തെ മനസ്സിലാക്കാതെ മുഖം തിരിച്ച് നടക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷാമുറകളെ ഈ സഹാബാക്കൾ കേട്ടിട്ടുണ്ട്. അവർ ആ ഹൗഫോടുകൂടി ജീവിച്ചവരാണ്. മുകളിലൂടെയും താഴെയുടെയും. നിങ്ങൾക്കറിയോ, നരകത്തിലെ തീയെ പറ്റിയിട്ട് ഖുർആൻ പറയുന്നൊരു വല്ലാത്ത പ്രയോഗമുണ്ട്. രണ്ടട്ടിയായിട്ടാണ് അത്ര കത്തുക. തലക്ക് മുകളിൽ ഒരട്ടിയായിട്ട് തീ പാറുമ്പോ താഴേക്കിടയിൽ നിന്ന് തീച്ചൂളകൾ മുകളിലിട്ടേക്ക് വലിയ വലിയ ഓരോ ഓരോ തീപ്പൊരികളും ഒരു കൊട്ടാരത്തിന് തുല്യം വലുപ്പുണ്ടാവുന്നതാണ്. അങ്ങനത്തെ തീ. ആ തീയെ ഭയപ്പെട്ട ഈ സഹാബാക്കൾ, പ്രിയപ്പെട്ട തനിക്ക് 10, 40, 50 കൊല്ലം ഭക്ഷണം തരുന്ന, എന്നെ എല്ലാ നിലക്കും സേവനം ചെയ്യുന്ന എൻ്റെ ഉമ്മ അതിൽ പെടരുത് എന്ന് ചിന്തിച്ചവരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ കുടുംബത്തോട് അവർക്ക് അത്രയും പ്രതിബദ്ധതയുണ്ടായിരുന്നു. കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ അത്രയും പണിയെടുത്തിരുന്നു. അബൂദർ അൽ ഗഫാരിയും അതുപോലെയുള്ള നിരവധി സഹാബാക്കൾ. ഇനി മാത്രവുമല്ല, ദീനിന്റെ കാര്യത്തിൽ അള്ളാഹുവും റസൂലും കൈയിട്ടല്ലാതെ ഇവർക്ക് ആർക്കും പിന്നീട് അവർ സ്ഥാനവും കൊടുത്തിട്ടില്ലായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, തന്റെ സ്വന്തം പിതാവ് അബൂ ഖുഹാഫ അള്ളാഹിന്റെ റസൂലിനെ പറ്റിയിട്ട് മോശമായതൊന്ന് പറഞ്ഞതിന് ഒരൊറ്റ തട്ട് വെച്ചു കൊടുത്തുന്ന അദ്ദേഹം തെറിച്ച് നിലത്ത് കൂടുന്ന അബൂ ഉബൈദത്തുൽ ജറാഹ് അള്ളാഹിന്റെ റസൂലിനെ വിശ്വസിച്ച സഹാബിയാണ്. അബൂ ഉബൈദയുടെ പിതാവ് അള്ളാഹിന്റെ റസൂലിനെ കൊല്ലുമെന്ന് പറഞ്ഞ് എപ്പോഴും പ്രഖ്യാപിച്ച് നടക്കുന്ന മനുഷ്യനായിരുന്നു. ഒരു യുദ്ധവേളയിൽ ഒരേ വീട്ടിൽ നിന്ന് 2 ആളുകൾ ഒരുങ്ങുകയാണ്. ഒന്ന് അബൂ ഉബൈദത്തുൽ ജറാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട കാവൽക്കാരൻ. ഒന്ന് അബൂ ഉബൈദത്തുൽ ജറാഹിന്റെ പിതാവ്, അള്ളാഹിന്റെ റസൂലിനെ, നിന്റെ മുഹമ്മദിനെ ഇന്നത്തെ യുദ്ധത്തിൽ എൻ്റെ വാളുകൊണ്ട് ഞാൻ കൊന്നിരിക്കുമെന്ന് പ്രഖ്യാപിച്ച വാപ്പയാ ഒരു ഭാഗത്ത്. എന്താ ഉണ്ടായത്? വാപ്പനോട് പറഞ്ഞു, വാപ്പ ഇതിന് നിൽക്കരുത്, എനിക്ക് അള്ളാഹുവും റസൂലും അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. അങ്ങനെ എന്താ, അള്ളാഹിന്റെ റസൂലിനെ വട്ടമിട്ട് നടന്ന് റസൂലുള്ളാഹിനെ ടാർഗറ്റ് ചെയ്ത് അബൂ ഉബൈദയുടെ പിതാവ് റസൂലിനെ കൊല്ലുമെന്നുള്ള അവസ്ഥ വന്നു. അബൂ ഉബൈദത്തുൽ ജറാഹ് എന്താ ചെയ്തെന്നറിയോ? കയറി നിൽക്കുകയും ചെയ്തിട്ട് പ്രതിരോധിച്ച് തൻ്റെ സ്വന്തം പിതാവിൻ്റെ കഴുത്തങ്ങോട്ട് എടുത്തു കളഞ്ഞു. എന്നിട്ട് വാളിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ബാപ്പാന്റെ തലയിൽ കുത്തിപ്പിടിച്ചിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് വരുന്നിട്ട്, അള്ളാഹിന്റെ റസൂലെ, ഈ വാൾത്തലപ്പിൽ നിൽക്കുന്നത് എൻ്റെ വാപ്പയാണ്, നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞ് നിങ്ങളെ പിന്നാലെ ഉണ്ടായിരുന്നു. അള്ളാഹിന്റെ റസൂലിന്റെ തലതായിരുന്നു. അബൂ ഉബൈദ ചെയ്യരുതായിരുന്നു. വാപ്പനോടത് വേണ്ടായിരുന്നു. റസൂലുള്ള അത്രയും കാരുണ്യവാനാണ്. അത് ചെയ്യരുതായിരുന്നു, വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്താ ഉണ്ടായത്? സൂറത്ത് മുജാദയിലെ 41-ാമത്തെ വചനങ്ങൾ വായിച്ചാൽ കാണാൻ പറ്റും. അള്ളാന്റെ ആയത്ത് വരികയാണ്, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുഅദ്ദൂന മൻ ഹദ്ദല്ലാഹ വറസൂല വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും. ബാപ്പയായാലും ശരി, കുടുംബക്കാരനായാലും ശരി, സഹോദരനായാലും ശരി, അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നവർക്ക് നേരെ അവർക്ക് നേരെ വന്നു കഴിഞ്ഞാൽ അവരോട് പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഒരു ബേജാറും വേണ്ട, ഞാൻ അവരോടൊപ്പം, അവരിൽ ഞാൻ തൃപ്തനാണ് എന്ന് അള്ളാഹ് പറയുന്ന ആയത്താണ്. അത് വന്നപ്പോഴാ റസൂലുള്ളാഹിക്ക് സമാധാനമായത്. എന്ന് പറഞ്ഞാൽ എതിരാളികളെ കൊല്ലാനോ എതിരാളികളോട് മിണ്ടാതെ വെക്കാനോ
എതിരാളികളോട് അടിപിടി കൂടാനുള്ള ആയത്തല്ല പ്രിയപ്പെട്ടവരെ. അത് യുദ്ധത്തിൽ റസൂലുള്ള നായകനായി യുദ്ധം അനുവദിച്ച സന്ദർഭത്തിലുള്ള ഒരു ചരിത്രമാണ്, ഒരു സമൂഹത്തിൻ്റെ ചരിത്രം. നമുക്ക് ആയത്തിൽ നിന്ന് ചെയ്യാനുള്ള എന്താണെന്നറിയാം? ജീവിതത്തിൻ്റെ കുടുംബത്തിനകത്ത് ഇസ്ലാമികപരമല്ലാത്ത ഏതെങ്കിലും ഒരു സന്ദർഭങ്ങൾ വന്നാൽ, നമ്മുടെ രക്തത്തിൽ, നമ്മുടെ ബീജത്തിൽ പിറന്ന കുഞ്ഞുങ്ങളിൽ ഇസ്ലാമികമല്ലാത്തൊരു ദുസ്വഭാവം കണ്ടാൽ, നമ്മുടെ കുടുംബ വ്യവസ്ഥിതിയിൽ അനിസ്ലാമികമായ ഒരു ആചാരം കടന്നു വരുന്നത് കണ്ടാൽ, അതിനോട് കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ ഈ ചരിത്രം നമ്മുടെ മനോമുഖരത്തിൽ തങ്ങി നിൽക്കുന്നത് നന്നാകും. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു കോംപ്രമൈസ് സാരല്ലേ കിടക്കട്ടെ എന്ന് വിചാരിക്കരുത് പ്രിയപ്പെട്ടവർ. അവരോടൊരു എതിർപ്പുണ്ടാകാനും പാടില്ല. അതാണ് ഏറ്റവും രസം. അവരോട് വിയോജിപ്പ് എന്ന് പറഞ്ഞാൽ ആദർശപരമായ വിയോജിപ്പല്ലാതെ അവരോട് മിണ്ടാതിരിക്കാൻ ഇസ്ലാമിൽ ഒരു തെളിവില്ല എന്നുള്ളതാണ് സത്യം. ഒരെതിരാളിയോട്, ഒരു സംഘടനാപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ നമുക്ക് ഏറ്റുമുട്ടാം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്തിനാ ഈ ഹിക്മത്ത് പറഞ്ഞത്? ഒരു പ്രയാസവും അവർക്കുണ്ടാവരുത്, ഒരു സംസാരത്തിൽ പോലും അവർക്കൊരു പ്രതിസന്ധി നേരിടരുത്. അവർ നിങ്ങളുടെ വാക്കിൽ ചാലിച്ചു ചേർത്ത ആ മയക്കത്തിൽ മയങ്ങിയിട്ട് വരരുത്. അവർ ബോധ്യപ്പെടുത്തിയിട്ട് വരണം. അവരുടെ ഇഷ്ടത്തിൽ വരണം. നിങ്ങളുടെ ബലപ്രയോഗം കൊണ്ട് വരരുതവർ നമ്മുടെ ദീനിലേക്ക്. അവർ സ്വതസിദ്ധമായ ശൈലിയിൽ സ്വന്തമായ തീരുമാനത്തിൽ കടന്നു വരണം. അവർ ആദർശ ശുദ്ധിയുള്ളവരായിരിക്കണം. അവർ ഭൗതികമായ ഏതെങ്കിലും ലക്ഷ്യം വെച്ച് കടന്നു വരുന്ന മുനാഫിക്കുകളാവരുത്. ഈ കണ്ടീഷനൊക്കെ അള്ളാന്റെ റസൂൽ പറഞ്ഞു. എന്നിട്ടോ ആ ആളുകളോട്, അള്ളാന്റെ റസൂൽ എതിർത്ത ആളുകളോട് പോലും ഏറ്റവും നല്ല ഐത്തമായിരുന്നു. പ്രവാചകൻ ജനാസയില്ലാതെ ആകെ മയ്യത്ത് നമസ്കരിച്ച ഒരു രാജാവുണ്ടായിരുന്നു, അല്ലേ? ആ രാജാവിന്റെ പ്രത്യേകത എന്താ? അള്ളാന്റെ റസൂലിനോട് നല്ല ബന്ധമായിരുന്നു. ഒരു സമൂഹത്തിന്റെ നായകൻ എന്ന നിലക്ക് നല്ല ബന്ധവും. പ്രവാചകന്റെ സഹാബത്തിന്റെ ഒരു സംഘത്തെ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധരംഗത്തെ യാത്രാമധ്യത്തിൽ നജ്ജാശി രാജാവ് അഭയം കൊടുത്തു ഈ കൂട്ടർക്ക്. ആ അഭയം കൊടുത്ത് സഹാബാക്കളോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ എവിടെ നിന്നാ വരുന്നത്? എന്താണ് ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്കുള്ള പ്രത്യേകത എന്നൊക്കെ പറഞ്ഞ അവര് വിവരിക്കുന്ന ഒരു ഭാഗമുണ്ട്. സുബ്ഹാനല്ലാഹ്, രോമാഞ്ചങ്ങനെ പൊങ്ങി വരുന്നു. ഞങ്ങൾക്കൊരു റസൂലുണ്ട്, ഞങ്ങൾക്കൊരു റബ്ബുണ്ട്. നമ്മുടെ റസൂല് ഇന്നത് പറഞ്ഞു തന്ന ആളാണ്, ഇന്നത് ചെയ്യരുതെന്ന് ഞങ്ങൾ പഠിപ്പിച്ചു തന്ന ആളാണ്. ഇന്ന ആളുകളോട് എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറണമെന്ന് പറഞ്ഞു. ഈ പ്രവാചകൻ ആരാണെന്ന് സഹാബത്ത് പരിചയപ്പെടുത്തി കൊടുത്തത് കണ്ടിട്ട് നജ്ജാശി രാജാവ് ഇസ്ലാം സ്വീകരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പ്രവാചകന്റെ ഡീല് കണ്ടിട്ട് മാറുകയാണ്. ഹുദൈബിയ സന്ധിയിൽ സുഹൈൽ ബിൻ അംറാണ് എതിരാളിയായിരിക്കുന്നത്. കരാറുകൾ എഴുതുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു കരാറുണ്ടായിരുന്നു. മക്കയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചാൽ 10 കൊല്ലത്തേക്ക് മദീനത്തേക്ക് അവരെ വിടില്ല, അവരെ ഞങ്ങൾ അയക്കൂല, ഞങ്ങൾ കൊണ്ടുപോകരുത്. റസൂലുള്ളാഹി ഓക്കെ പറഞ്ഞു. പ്രവാചകൻ അതിൻ്റെ അടിയിൽ സൈൻ ചെയ്തു. ആ സമയത്തതാ ഇവരിയ്ക്കുന്ന വീട്ടിനകത്ത് ഒരു വാതിലിങ്ങനെ പിടിച്ചു വലിച്ച് തുറന്നിട്ട് ചങ്ങലയിൽ കെട്ടിയ ചോരയൊലിക്കുന്ന ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. അബൂജന്തൽ, സുഹൈൽ ബിൻ അംറിന്റെ മോനാണ്. അബൂജന്തൽ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ട് കുറച്ച് നാളായി. എൻ്റെ വാപ്പ നമ്മുടെ വീട്ടിൽ എന്നെ ഈ വീട്ടുതടങ്കിൽ ഇട്ടതാണ്, എന്നെ പീഡിപ്പിക്കുകയാണ്. അള്ളാന്റെ റസൂലെ, ഇന്നേക്കിന്ന് നിങ്ങൾ എന്നെ കൊണ്ടുപോകണം മദീനത്തേക്ക്. ആരാ പ്രവാചകന്റെ കൂടെ ഉള്ളത്? അലിയാരുതങ്ങൾ. അലിയാരുതങ്ങൾ ആരാണ്? യുദ്ധമുഖത്ത് സഹാബാക്കളെല്ലാം, ഒരുപാട് സഹാബാക്കൾ വധിക്കപ്പെട്ട അവസാനം ശത്രു സൈന്യം റോന്ത് ചുറ്റുന്നത് പോലെ അലിയാരുതങ്ങൾക്ക് മുന്നേ ചുറ്റിന അലിയാരുതങ്ങൾ ഏത് നിമിഷവും വധിക്കപ്പെടുമെന്ന് കണ്ടപ്പോ തിരിഞ്ഞു നിന്ന് നാഥനെ വിളിച്ച് അല്ലാഹു അക്ബർ എന്നും വിളിച്ചൊരു കോട്ടയുടെ വാതിലും പിടിച്ച് തിരിഞ്ഞപ്പോ അലിയാറ് തങ്ങളെ കയ്യിൽ കോട്ടയുടെ വാതിൽ ഇങ്ങോട്ട് വന്നു എന്നാണ് യുദ്ധചരിത്രത്തിൽ പറയുന്നത്. ഈ കോട്ടവാതിൽ പൊന്തിച്ച് നിൽക്കുന്ന അലിയാറ് തങ്ങളെ കണ്ടിട്ട് ഛിന്ന ഭിന്നമായിട്ട് അവർ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് 7ഓളം മല്ലന്മാർ വന്നിട്ടാണ് അത്രേ ആ വാതിൽ അവിടെ ഫിറ്റ് ചെയ്തത്. ഈ അലിയാറ് തങ്ങളുണ്ട് ഇവിടെ, ഉമർ ഖത്താബ് ഉണ്ട് അവിടെ. പക്ഷെ അള്ളാന്റെ റസൂൽ പറഞ്ഞു, അബൂജന്തൽ, നിങ്ങൾ ക്ഷമിക്കുക, ഇവിടെ ഞാനൊരു കരാർ എഴുതി പോയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം സത്യസന്ധത പാലിക്കുന്നവർക്ക് വിജയം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ദിവസമാണ്. ഈ കരാറിൽ നിങ്ങൾ 10 കൊല്ലം ക്ഷമിച്ചേ മതിയാവുകയുള്ളൂ. അള്ളാന്റെ റസൂല് സുബ്ഹാനല്ലാഹ് ആദ്യം തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയപ്പോൾ വെട്ടിമാറ്റാൻ പറഞ്ഞു. അലിയാർ തങ്ങളാണ് എഴുതുന്നത്. റസൂൽ പറഞ്ഞു വെട്ടിക്കള. അലിയാർ തങ്ങൾ പറഞ്ഞു, അള്ളാന്റെ റസൂലെ, ഈ കലം പിടിച്ച കൈ കൊണ്ട് ഞാനത് വെട്ടുന്ന പ്രശ്നമില്ല, വെട്ടൂല എന്ന് പറഞ്ഞു. പ്രവാചകൻ കലം വാങ്ങിയിട്ടാണ് വെട്ടുന്നത്. അത്ര വിട്ടുവീഴ്ചവർക്ക് കാണിച്ചു കൊടുത്ത റസൂല് ഈ വാക്ക് പാലിക്കുന്നത് കണ്ടിട്ട്, ആ ഉദാത്തമായ മനസ്സിനെ കണ്ടിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന സുഹൈൽ ഇബ്നു അംർ ഇസ്ലാം സ്വീകരിക്കുക. അബൂജന്തലിന്റെ വാപ്പ ഇസ്ലാം സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ചു, എന്തൊരു ഡീലാണ്. നമ്മളുടെ ഏതെങ്കിലും ഒരു ഡീല് കണ്ടിട്ട് ഇസ്ലാം ഒന്നും സ്വീകരിക്കണം. നമ്മളെ പള്ളിയിലൊന്ന്, നമ്മളെ കൂടെ ജീവിക്കുന്ന, നമ്മളെ കൂടെ തൊഴിലെടുക്കുന്ന ഒരാൾക്ക് നമ്മുടെ പള്ളിയിലൊന്ന് പോയി വെക്കാന്നോ, അല്ലെ അയാൾ വിളിക്കുന്ന ക്ലാസ്സിലൊന്ന് പോയി വെക്കാന്നോ? കഴിയുന്നില്ല.
നമ്മളുടെ ഡീലിന്റെ തകരാറാണ്. ഏറ്റവും നല്ല ഭദ്രമായ ആദർശമാണ് നമ്മുടെ ആദർശം. അള്ളാഹുവിനെ അല്ലാതെ നമ്മൾ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, ഒരു മലക്കിനെയും വിളിച്ചിട്ടില്ല, ഒരു ജിന്നിനെയും വിളിച്ചിട്ടില്ല, ഒരാളെയും ഒരു സൃഷ്ടിയെയും വിളിക്കുന്ന പ്രശ്നവുമില്ല. അവരാരാണെന്ന് നമുക്കറിയാം. മലക്കുകൾ നരകത്തിലേക്ക് പടച്ചവരല്ല, അള്ളാഹുവിന്റെ സഹായികളാണ്. അവർക്ക് നാളെ ചോദ്യോത്തരങ്ങളില്ല, അവർ അള്ളാഹുവിന്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നവരാണ്. ജിന്നുകൾ നമ്മളെ പോലെ നരകത്തിലേക്ക് കത്തിക്കാൻ വേണ്ടി അള്ളാഹ് പടച്ച രണ്ട് വിഭാഗത്തിൽ, ഒന്ന് നമ്മളും ഒന്ന് ജിന്നുകളുമാണ്. പക്ഷെ നമ്മൾ അവരെ കാണില്ല. ഇത്രയും നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ പാമ്പിനെ പേടിക്കുന്നു, നായയെ പേടിക്കുന്നു, കള്ളനെ പേടിക്കുന്നു, അല്ലേ? നമ്മൾ അള്ളാഹുവിൽ നിന്ന് ശരണം തേടുന്നു, രോഗത്തെക്കുറിച്ച് ശരണം തേടുന്നു. അതേപോലെ നമ്മളൊരു ശരണം തേടുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹിനോട് രക്ഷ തേടുന്നു. എന്തിനായാണ് അഭയം? ആ അഭയം എന്തിനാണ്? അള്ളാഹുവിനെ പോലെ അബൗദ്ധികമായ ഒരു ജീവിയോടാണ് രക്ഷ തേടാനാണ് അഭയമെങ്കിൽ അവിടെ ശിർക്ക് വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന, നമ്മുടെ മക്കളെ വസ്വാസിലാക്കുന്ന, നമ്മുടെ ഭാര്യയെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, നമ്മളെ പല തോന്നിയാസങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആ ശൈത്താനിൽ നിന്ന് രക്ഷ തേടുന്നു എന്ന് ഒരു മുസ്ലിം പറഞ്ഞാൽ എന്തായാലും മനസ്സിലാക്കേണ്ടത്, അവന്റെ നാട്ടിൽ അവനെ പരീക്ഷിക്കാൻ, അവനെ വഴിപിഴപ്പിക്കാൻ അള്ളാഹു നിർത്തിവെച്ചിരിക്കുന്ന ഒരു പിശാച്, ആ പിശാചിനോട് ശരണം തേടുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെപ്പോലെ പടച്ചിട്ടുള്ളൊരു പടപ്പാണത്. അതിനാര് വിളിച്ചു പ്രാർത്ഥിക്കാനാണ്? ആർക്ക് തോന്നും അവനെ വിളിച്ചു പ്രാർത്ഥിക്കുക? ഒരാളും എവിടെയും, ലോകത്തെവിടെയും ആരും നമ്മളും പ്രാർത്ഥിച്ചിട്ടില്ല, എതിർകക്ഷികളും പ്രാർത്ഥിക്കില്ല. പക്ഷേ നമ്മളൊക്കെയും ചിന്തിക്കേണ്ടത് എന്താണെന്നറിയുമോ? അനാവശ്യമായി അപരാധങ്ങൾ പറയുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഏറ്റവും വലിയ അപരാധം അള്ളാഹുവിന്റെ കോപം നിങ്ങളിലേക്ക് വന്നു ഭവിക്കാനുള്ള കാരണമായി തീരും. ഇന്നത്തെ ദിവസം വേദനിക്കുന്ന ദിവസമാണ് മുസ്ലിങ്ങൾ, അല്ലേ? അള്ളാഹുവിന്റെ ഏകത്വത്തിന് വേണ്ടി അടരാടി. ഓർമ്മയില്ലേ? അള്ളാഹിന്റെ റസൂൽ ബദർ ഒരുക്കിയ ഇന്ന് രാത്രി, നോമ്പ് 16 രാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞ്, രാത്രി നമസ്കാരം കഴിഞ്ഞ് അള്ളാഹിന്റെ റസൂൽ സുജൂദിന് പോയതാണ്. സഹാബാക്കൾ പുറത്തു നിന്നു അള്ളാഹിന്റെ റസൂലിന്റെ നമസ്കാരം കഴിഞ്ഞിട്ട് സംസാരിക്കാൻ. അവരൊരുപാട് നേരം കാത്തിരുന്നു. സുബഹിന്റെ ബാങ്ക് വരെ അവർക്ക് നിൽക്കേണ്ടി വന്നു. അബൂബക്കർ സിദ്ദീഖ് വന്ന് സുഫിൽ നോക്കുമ്പോൾ അള്ളാഹിന്റെ റസൂൽ കരയാ. പ്രിയപ്പെട്ടവരെ, യുദ്ധത്തിലേക്ക് പുറപ്പെടുകയാണ്. അള്ളാഹുവേ, ഈ സംഘത്തിനൊന്നും കയ്യിലില്ല, ഞങ്ങൾ യുദ്ധങ്ങളുടെ ടെക്നോളജി അറിയാത്തവരാണ്. അള്ളാഹുവേ, ഈ സംഘത്തെ നീ നിലനിർത്തിയിട്ടില്ലെങ്കിൽ നിന്നെ ഈ ദിവസത്തിന് ശേഷം നിന്നെ ആരാധിക്കുന്ന ഒരാളും ഈ ഭൂമുഖത്തുണ്ടാവില്ല എന്ന് പ്രാർത്ഥിച്ച് കരയാണ് റസൂൽ. റസൂലിന്റെ സംഘത്തെ റസൂൽ തയ്യാറാക്കിയിട്ട് എത്ര പേരുണ്ട് അവരെന്ന് ചോദിച്ചപ്പോൾ ഒരു സഹാബി പറഞ്ഞു, അള്ളാന്റെ റസൂലെ, അവർ 9 ഒട്ടകങ്ങളെ അറുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു എതിരാളികൾ. റസൂൽ പറഞ്ഞു, 9 ഒട്ടകത്തെ അവർ അറക്കുമോ? നമ്മളെ ഈ ലത്തീഫ്ക്കെല്ലാം പറയുന്ന ഒരു കണക്കുണ്ടല്ലോ. അള്ളാന്റെ റസൂൽ പറഞ്ഞു, 9 ഒട്ടകത്തെ അവർ അറുത്തിട്ടുണ്ടെങ്കിൽ അവർ 1000 പേരുണ്ടാകും. അറബികളുടെ കണക്കാണത്. ഒരൊട്ടകം 100 ആളുകൾ തിന്നുന്ന 9 ഒട്ടകത്തെയാണ് അവർ അറുത്തതെങ്കിൽ അവർ 1000 പേരുണ്ടാകും. എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അന്ന് 30ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച് 35ാമത്തെ വയസ്സിൽ മരണപ്പെട്ട സഅദ് ഇബ്നു മുആദിന്റെ സംഘത്തിൽ അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, അള്ളാന്റെ റസൂലെ, റസൂൽ പറഞ്ഞു, നമ്മൾ 300 ആൾക്കാരേ ഉള്ളൂ, അവർ 900ന്റെ മുകളിലുണ്ട്, എന്താക്കണം? സഅദ് ഇബ്നു മുആദ് പറഞ്ഞു, അള്ളാന്റെ റസൂലെ, ഒന്നും നോക്കാനില്ല, നമ്മളെ കയ്യിൽ ആദർശമില്ല റസൂലെ, നേരിടുക, അവരെ മുന്നോട്ട് ഗമിക്കുക, ഈ സഅദ് ഉണ്ടാവും നിങ്ങളുടെ പിന്നിൽ. എന്നിട്ട് സഅദ് പറയുന്നൊരു വർത്താനുണ്ട്, അള്ളാന്റെ റസൂലെ, ഈ സഅദിനെ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകും. ഈ സഅദിനെ അഥവാ കാണാതായാൽ അള്ളാന്റെ റസൂൽ നിങ്ങൾ ബേജാറാകരുത്. ഈ സഅദിന്റെ കഴുത്തിൽ നിന്ന് തല ഒരുപക്ഷെ തെറിച്ചാൽ, ഈ സഅദിന്റെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ കഴുകന്മാർ പറിച്ചു കൊണ്ടുപോകുന്നത് കണ്ടാൽ, അള്ളാന്റെ റസൂലേ, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് പോകണം, എന്റെ കുടുംബവും മക്കളും നിങ്ങൾക്ക് കാവലായിട്ടുണ്ടാകും പ്രവാചകരെ. സഅദ് കൊടുത്ത ഉറപ്പാണത്. മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാന്റെ റസൂലേ, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം അടരാടാനായി വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സംഘം, അദ്ദേഹത്തിന്റെ അനുയായികൾ പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരിക്കാന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അങ്ങനെ ഞങ്ങൾ പറയില്ല. അള്ളാന്റെ റസൂലേ, ആ കടലിൽ ചാടി മരിക്കാനാണ് താങ്കൾ പറയുന്നതെങ്കിൽ ഞങ്ങൾ ഉണ്ടാകും പ്രവാചകർ. എന്തിനാണെന്നറിയോ? ആദർശമുള്ള ഒരു സംഘത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ അടരാടി. ഏകദൈവ വിശ്വാസത്തിന് വേണ്ടി. ഇന്നും ഉംറക്ക് ഹജ്ജിനൊക്കെ പോയ ഞങ്ങൾക്ക് ബദർ നടന്ന സ്ഥലത്ത് കാണാൻ ഒരു 14 ആളുകളെ. ആ ആളുകളുടെ ചരിത്രം ഒരു ഹദീബിൽ നിന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഒരു ചരിത്ര പണ്ഡിതന്മാരും ഈ 14 ആളുകളുടെ ചരിത്രത്തെ പറഞ്ഞത് നമ്മൾ കേൾക്കൂല. എന്തുകൊണ്ടെന്നറിയോ? ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ചൂടോടെ അവർ ഖുർആനിന്റെ മുഴുവൻ ആയത്തുകളും കാണാത്തവരാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ മുഴുവൻ കേൾക്കാത്തവരാണ്. അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതിയ പ്രതിനിധികൾ. ബദറിലേക്ക് അള്ളാഹിന്റെ റസൂൽ വിളിച്ചപ്പോൾ അടരാടിയതാണ്.
ഒരു വാപ്പാന്റെ 3 മക്കൾ വരെ ഉണ്ടതിൽ. ആ പേര് കാണാം അവിടെ ബദറിൽ 14 പേർ. അതിന് ശേഷക്കാലത്തുള്ള നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടാണ് ബാക്കി ബദരീങ്ങൾ മരിക്കുന്നത്. പല ആളുകളുടെയും ധാരണ ബദറിൽ മരിച്ചവരാണ്, ബദറിൽ പങ്കെടുത്തവരാണ്. ബദറിൽ പങ്കെടുത്തവർക്ക് അല്ലാഹു നൽകിയ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഫഖദ് വജബത് ലക്കുമുൽ ജന്ന, ആ ആളുകൾക്ക് മുഴുവനും സ്വർഗം നിർബന്ധമാക്കി. ഫഖദ് ഗഫർതു ലക്കും, അവരുടെ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുന്ന. ആര് വരെ എന്നറിയോ? ഉസ്മാൻ ബിൻ അഫ്ഫാനെ പറ്റി കാബാലികർ, ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ എതിരാളികളായ ആളുകൾ പ്രചരിപ്പിച്ച ഒന്നായിരുന്നു ഉസ്മാൻ ബദറിൽ പങ്കെടുത്തിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുത്തു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ എൻ്റെ മകളെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പരിചരിക്കുന്ന ഡ്യൂട്ടിയിലായിരുന്നു. എന്നിട്ട് ആയത്തിറങ്ങാണ്, അദ്ദേഹം ബദറിലുണ്ട്, അദ്ദേഹത്തിന് ബദറാളികൾക്ക് കിട്ടിയ മുഴുവനും കിട്ടുമെന്ന്. അല്ലേ? അങ്ങനെയാ തിരുത്തിയത് എന്ന് പറഞ്ഞാൽ ഏകദൈവ ആരാധനയ്ക്ക് വേണ്ടി ടടരാടിയ മുഴുവൻ ബദരീങ്ങളും ഉണ്ടാക്കിയത് എന്തിനാണെന്നറിയോ? അവരാളാകാനായിരുന്നില്ല പ്രിയപ്പെട്ടവരെ. അവരിൽ മിക്കവാറും ആളുകൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു മുസ്ലിമായിട്ടൊരു സുഖം കേടി, ഒരു സന്തോഷം കൊണ്ട് ജീവിക്കാത്ത ആളുകൾ വരെ ഉണ്ടായിരുന്നു. ഇന്നലെ ഇസ്ലാം സ്വീകരിച്ച് ഇന്ന് മരിച്ചവർ അങ്ങനെ മരണപ്പെട്ടവരായതുകൊണ്ട് ആ 14 പേരുടെ ചരിത്രം നമുക്ക് ആർക്കും പറയാൻ കഴിയാത്തതും കേൾക്കാൻ കഴിയാത്തതും. ഇന്നത്തെ ദിവസം ഈ 16 ദിവസവും അള്ളാന്റെ മുന്നിൽ വന്ന് കുമ്പിട്ട് നോമ്പ് നോറ്റിട്ട് ഇന്ന് ആ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന തിരക്കിലാണ് നമ്മളെ കുടുംബക്കാർ. ആ ബദരീങ്ങളെ വിളിച്ചിട്ട് എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കരയുന്ന തിരക്കിലാണ്. ഇന്നലെ കണ്ണൂര് കടവത്തൂരേക്ക് പോകുമ്പോൾ അസർ ജമാഅത്തിൽ അവിടെ എത്തൂലാന്ന് കണ്ടപ്പോൾ തൊട്ട് ബാക്കിൽ ഒരു പള്ളി കയറിയതാണ്, സുന്നിപ്പള്ളി. സുബ്ഹാനല്ലാഹ്, സലാം വീട്ടിയ ഉടനെ തന്നെ ഒരു ബദൽ മാപ്പിളപ്പാട്ടാണ് ഒരു ഉസ്താദ് കയറിയിട്ട്. ഞാൻ ചെരുപ്പ് ഊരി തിരിച്ച് കാറിൽ എത്തുന്നവർ 4 മാപ്പിളപ്പാട്ടുകൾ ഒന്ന് പാടിയിട്ടുണ്ടാവും. എല്ലാം എന്താണെന്നറിയാം വരികൾ. അല്ലാഹുവേ, അല്ലാഹു പുറത്തു കൊടുക്കൂല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്ക് ഒരിക്കലും അല്ലാഹു പുറത്തു കൊടുക്കുന്ന പ്രശ്നമില്ല. ആ ശിർക്കിൽ നിന്ന് അവർ വിമോചിപ്പിച്ചവർ തിരിച്ചു വന്നാൽ അല്ലാഹു എടുക്കും. അല്ലാതെ ശിർക്ക് ചെയ്തുകൊണ്ട് ജീവിച്ചവന് അവന്റെ മക്കളോ അവന്റെ ഭാര്യയോ പിൽക്കാലത്ത് പ്രാർത്ഥിച്ചിട്ട് പോലും പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലും ഇത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ ഈ ഒരു സത്യസന്ദേശം അവർക്ക് അറിയിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതാണ് നമുക്ക് സാമൂഹികമായി നമുക്ക് ചെയ്യാനുള്ള നന്മ. അതാണ് ബാക്കിയുള്ള സൊസൈറ്റികൾ ബാക്കിയുള്ള സൊസൈറ്റിയോട് നമുക്ക് പ്രതിബദ്ധതയുണ്ട്. ഏതൊരുവിധ നന്മകൾക്കും നമുക്ക് അവരോടൊപ്പം ചേരാം. അവർ ഹിന്ദുവാവട്ടെ, മുസ്ലിം ആവട്ടെ, ആരാവട്ടെ, അവർ നമ്മളുടെ നന്മകളിലേക്ക് അവരെ ക്ഷണിക്കാം, നമ്മളുടേതെല്ലാം അവർക്ക് കൊടുക്കാം. പക്ഷേ നമുക്ക് സാമൂഹികമായ പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ ഇടത്തും വലത്തും ജീവിക്കുന്ന, നമ്മളുടെ തമാശകൾ കെട്ടി ചിരിക്കുന്ന, നമ്മൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന, നമ്മൾ വിളിച്ചാൽ ഓടി വരുന്ന, നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന, നമ്മൾ പോയി ഭക്ഷണം കഴിക്കുന്ന ഏത് മതക്കാരനാവട്ടെ, ഒരു തമാശയിലൂടെയെങ്കിലും നമ്മളുടെ ആദർശത്തെപ്പറ്റി ഒരു തവണയെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അവരാരും ഇതിലേക്ക് വരേണ്ടതില്ല, പക്ഷെ നമുക്കിത് പറയേണ്ടതുണ്ട്. ആ കണ്ടീഷനിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഇതിലേക്ക് വരേണ്ടതില്ല, പക്ഷെ ഞങ്ങൾക്കിത് പറഞ്ഞു തരേണ്ടതുണ്ട്. ഞങ്ങൾക്ക് ബാങ്ക് കൊടുത്താൽ പള്ളിയിലേക്ക് പോകുന്നത് പോലെ, റമദാൻ മാസത്തിൽ നോമ്പ് നോക്കുന്നത് പോലെ, സാമ്പത്തിക രംഗത്ത് പലിശ വാങ്ങാൻ പറ്റാത്തതുപോലെ, അതുപോലെ തന്നെ ഇതുപോലെ ഇസ്ലാമിക ആഘോഷങ്ങളായ നമുക്ക് റസൂൽ പഠിപ്പിക്കാത്ത ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആഘോഷങ്ങളിലെ ഭക്ഷണങ്ങൾ, നബിദിനത്തിൻ്റെ കയ്യെഴുത്തിൻ്റെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പറ്റാത്തതുപോലെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട സഹോദര നിർബന്ധമായ ബാധ്യതയിൽപ്പെട്ടതാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ ആ ദർശനം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, പ്രഗത്ഭനായ ഒരു യൂട്യൂബർ, അദ്ദേഹം ഇസ്ലാം വിമർശകനായിരുന്നു. ആദ്യം ദീനില്ലാതെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു ഏർപ്പാട് മാത്രമാണ്, കുറേ മതങ്ങളൊക്കെ ഉള്ള ഒരു മതം എന്ന് മാത്രം കണ്ടെത്തിയൊരു മനുഷ്യൻ. ആ മനുഷ്യൻ തൻ്റെ ആ ഒരു പ്രതിസന്ധി വന്ന സമയത്ത് അദ്ദേഹം മതത്തെപ്പറ്റി പഠിച്ച് ക്രിസ്തു മതത്തിലേക്ക് ചേക്കേറി. അപ്പോൾ ഒരു ക്രിസ്തീയ പുരോഹിതൻ, ഇസ്ലാം വിമർശകനായ പുരോഹിതൻ അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്, ഇസ്ലാമിനെ കളിയാക്കാൻ, ഇസ്ലാമിനെ ഇകഴ്ത്താനുള്ളൊരു കിതാബ് ഇസ്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഇസ്ലാമിനെ വിവച്ഛേദിച്ച് മനസ്സിലാക്കി വായിച്ച്, ഖുർആൻ വിമർശകനായ ആ മനുഷ്യൻ പരിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷ സംഘടിപ്പിച്ച് വായിച്ചു. ആദ്യത്തെ ആയത്ത് കണ്ടിട്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിലെന്ന വചനം അദ്ദേഹത്തെ മനസ്സ് പിടിച്ച് കുലുക്കുന്ന ഒരു സ്രഷ്ടാവിൻ്റെ വ്യാപ്തിയും വലുപ്പവും അവനെത്ര കാരുണ്യവാനാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ട് തുറന്നു തുടങ്ങുന്ന ആ ഇസ്ലാമിൻ്റെ മഹിതമായ ആ കലാമുണ്ട്, അള്ളാൻ്റെ കലാമ്. എന്തൊരു പ്രതീക്ഷയാണ്! വിവരം കെട്ട് താന്തോന്നിയായി ജീവിക്കുന്ന ആളുകൾക്ക് പോലും ആ ആദ്യത്തെ വരിയിൽ നൽകുന്ന പ്രതീക്ഷയെ അദ്ദേഹം പരിഗണിച്ച് ഇസ്ലാം സ്വീകരിച്ചു. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ,
നമുക്ക് ചിലപ്പോൾ നമ്മളുടെ ചിത്തമായ ശൈലിയിൽ ആളുകളെ ചിലപ്പോൾ ആകർഷിപ്പിക്കാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷെ നമ്മുടെ സ്വഭാവം നന്നാക്കിയാൽ, ഡീലുകൾ നന്നാക്കിയാൽ, ഇടപാടുകൾ നന്നാക്കിയാൽ ആളുകൾക്ക് ഈ ആദർശത്തെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാനെങ്കിൽ അതിനൊരു സാധ്യത അവിടെ തുറന്നു വരും. അള്ളാഹു നമുക്കെല്ലാവർക്കും നമ്മൾ കാരണത്താൽ, നമ്മുടെ ക്ലാസ് കേട്ടിട്ട്, നമ്മുടെ സംസാരം കേട്ടിട്ട്, നമ്മുടെ ഇടപാട് കണ്ടിട്ട്, നമ്മളോടൊപ്പം നടന്നിട്ട് ഒരു മനുഷ്യൻ നന്നായതായിട്ട് പരലോകത്ത് വന്നാൽ കിട്ടുന്നത് അയാൾ എന്തൊക്കെ ഇബാദത്ത് ചെയ്തോ അത്ര ഇബാദത്ത് നമ്മുടെ പേരിൽ വരും. അതാണ് അതിൻ്റെ പ്രതിഫലം. അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തിയായും കുടുംബമായും സമൂഹത്തിൽ അംഗമായും ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും നന്മ നിറഞ്ഞവരായി ജീവിച്ച് ആളുകൾക്ക് വജഅൽനാലിൽ മുത്തഖീന ഇമാമ എന്ന് പറഞ്ഞു, മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണേന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ളവരായ സന്താനങ്ങളെ പോറ്റി വളർത്താനും നന്മ നിറഞ്ഞവരായി ജീവിച്ചു മരിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആവശ്യക്കാർ നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള പ്രവർത്തകരിലും വരെ ഒരുപാട് ആവശ്യക്കാരുണ്ട്. അവർ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ നേരിട്ട് വരില്ല. നമ്മളൊക്കെ കണ്ടെത്തുക എന്നൊരു കർമ്മമുണ്ട് ഇസ്ലാമിൽ. ആളുകൾ യാചിച്ചു വരുന്നവൻ മാത്രമല്ല പാവപ്പെട്ടവൻ. പരിശുദ്ധ ഖുർആൻ പോലും പറഞ്ഞത് ഏറ്റവും വലിയ ഫക്കീറുകൾ അല്ലാഹു പരിചയപ്പെടുത്തിയത് സൂറത്തുൽ ബഖറയിലെ 273 വചനത്തിൽ കാണാം. ലിൽ ഫുഖറാഇ അല്ലദീന ഉഹ്സിറു ഫീ സബീലില്ലാഹി ലാ യസ്തതിഊന ലർബൻ ഫിൽ അർദി യഹ്സബുഹുൽ ജാഹിലു അഗ്നിയാ മിനത് തഗഫുഫ്. 273 വായിച്ചു നോക്കുന്നു. അതിൽ പറയണേ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തടഞ്ഞു വെക്കപ്പെട്ടിട്ടുള്ളവരായ ദരിദ്രർക്കത്രേ ദാനധർമ്മങ്ങൾ നിങ്ങൾ നൽകേണ്ടത്. ഭൂമിയിൽ സഞ്ചരിക്കുവാൻ അവർക്ക് കഴിയുന്നതല്ല. ആത്മാഭിമാനം പാലിക്കുന്നത് നിമിത്തം അറിയാത്തവർ അവരെ ധനികന്മാരായിട്ട് കണക്കാക്കുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നെ പറയണേ, അവരുടെ ലക്ഷണം കൊണ്ട് അവരെ നിനക്ക് മനസ്സിലാക്കാവുന്നതാണ്. അവർ മനുഷ്യരോട് ബുദ്ധിമുട്ടിച്ചൊന്നും ചോദിക്കുന്നതല്ല. ഇങ്ങനെയുള്ളവർക്കത്രേ ദാനധർമ്മങ്ങൾ നൽകേണ്ടത്. എന്ന് പറഞ്ഞാൽ പൈസക്കാരായ ആളുകൾ പണം കൊണ്ട് രക്ഷപ്പെടും, പണം ദാനം ചെയ്തിട്ട്. പാവപ്പെട്ട ആളുകൾ ഏത് ദാരിദ്ര്യം, രോഗങ്ങൾ, എന്ത് പ്രശ്നം വന്നാലും പണക്കാരെ സഹായിച്ചിട്ട് അവരും രക്ഷപ്പെടും. അതിനിടയിലൊരു കൂട്ടരുണ്ട്, അവർ പാവപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലൊരു കിറ്റ് ഇങ്ങനെ നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ആ കിറ്റ് കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തകൻ അവൻ്റെ കിറ്റുമായിട്ട് ഏതെങ്കിലും ഒരു വാച്ചെടുക്കാൻ മറന്നിട്ടിട്ട് വീട്ടിൽ കയറിയാൽ അവരുടെ ഭാര്യയോ ഉമ്മയോ പറയും, എൻ്റെ മോനെ ആ നെയ്യും ആ സേമിയൊക്കെ ഞമ്മക്കും വേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനൊരു പൊതി ഞമ്മക്കും കിട്ടുകയാണെന്ന് വെച്ചാൽ മോനെന്താ പറയുക, അല്ലോ ഇത് ഞമ്മക്കുള്ളതല്ല, ഇത് കുറേ ലിസ്റ്റിലുള്ള പാവങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നത് ആരാ പാവപ്പെട്ടതെന്ന് വെച്ചാൽ ഈ നിങ്ങൾ കാണുമ്പോൾ അവൻ്റെ ഡ്രസ്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പണക്കാരനാണ് നിങ്ങൾ വിചാരിക്കും. അവൻ നല്ലോണം തമാശ പറയും, ചിലപ്പോൾ നല്ല ചിരിക്കും, നല്ല മുകളിലോനായിരിക്കും, നല്ല മാന്യനായിട്ട് ജീവിക്കുന്നവനായിരിക്കും. ഓനായിരിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഫക്കീർ. അവർക്കാണിത് നൽകേണ്ടതെന്ന് ഖുർആനിലെ 273 അതിൻ്റെ വിശദീകരണം കൂടി വായിച്ചാലുമല്ലോ നമ്മൾ പണി തുടങ്ങും. നമ്മളെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന, നമ്മുടെ ഇടത്തും വലത്തും ജീവിക്കുന്ന, നമ്മളെപ്പോലത്തെ കുപ്പായമിടുന്നവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഫുൾ ദാരിദ്ര്യമാണെന്ന് കണ്ടെത്താൻ പ്രിയപ്പെട്ടവർ നമുക്ക് സാധിക്കും. അല്ലാതെ കണ്ണും ചുമ്പി കുറച്ച് ദരിദ്രന്മാരെ നമ്മൾ ആദ്യമേ കണ്ടെത്തിയ ലിസ്റ്റിൽ ഇങ്ങനെ കൊടുത്തിട്ട് തീർക്കാനുള്ളതല്ല. നമ്മൾ അറിയുക, നമ്മളുടെ ഇടത്തും വലത്തും സൊഫിലൊക്കെ നിന്ന ആൾക്കാരുണ്ടല്ലോ. അബൂ ഹുറൈറ നമസ്കാരം കഴിഞ്ഞാൽ പുറത്ത് നിന്നിട്ട് എല്ലാവർക്കും സലാം കൊടുത്തിട്ട് ഇങ്ങനെ കൈപിടിക്കുന്ന പ്രവാചകൻ അത് മനസ്സിലാക്കി. പ്രവാചകൻ അബൂ തൽഹയോട് പറഞ്ഞറിയൂ, അബൂ ഹുറൈറ എല്ലാവർക്കും സലാം ചെല്ലി ഇങ്ങനെ കൈപിടിക്കുന്നത് എന്തിനാണെന്നറിയൂ? വിശന്നിട്ടാണ്. റസൂലുള്ളാഹി പറയുക, ഭക്ഷണം കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോകാനാണ്. പ്രവാചകൻ പറയുകയും എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ പലരും ഉണ്ടാവും. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ സക്കാത്തും ഫിത്തർ സക്കാത്തും കിറ്റുകളും ഒക്കെയും സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ മാന്യന്മാരായി ജീവിക്കുന്ന സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കുക. നമ്മളൊക്കെ ഏത് വീട്ടിൻ്റെ അകത്തളത്തിൽ പോയി എല്ലാം അടിമാന്തുന്ന ആളുകളാണ്. ആ അടിമാന്തുന്നതിൽ അവരുടെ ദാരിദ്ര്യത്തിൻ്റെ, അവരുടെ കടത്തിൻ്റെ, അവരുടെ ശോചനീയമായ പ്രശ്നങ്ങളുടെ ഒക്കെയും ഇൻപുട്ടുകൾ എടുത്തിട്ട് വേണം നമ്മൾ പരിഹരിക്കാൻ. നമ്മുടെ ബാധ്യതയാണ്. ഒരു മനുഷ്യനും മരിച്ചു പോകരുത് പ്രിയപ്പെട്ടവരെ. ഒരു വലിയ സംഘം അവിടെ ഉണ്ടായിട്ട് അവരുടെ ഒരു സഹായവും എനിക്ക് കിട്ടിയിരുന്നില്ല റബ്ബേ എന്ന് പറയുന്ന ഒരാളും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകരുത്. ആളുകൾ മാന്യതയാണ് എല്ലാവർക്കും ആവശ്യം. യൂണിഫോമിറ്റി എന്നത് ആളുകളുടെ അന്തസ്സിൻ്റെ അടയാളമാണ്. അതുകൊണ്ടല്ലേ സ്കൂളുകളിലൊക്കെ ഒരു യൂണിഫോം സിസ്റ്റം കൊണ്ടുവന്നത് എന്തിനാ? ഒരാളും എന്താവരുത്, മാനസികമായിട്ട് തകരാൻ പാടില്ല. ഉള്ളവൻ അവൻ്റെ ഹുങ്കിൽ ജീവിക്കാനും പാടില്ല. എല്ലാവരെയും ഒരുപോലെ സമരസപ്പെടുത്തിയ ഒരു സിസ്റ്റം ഇസ്ലാമിൽ. ചുവന്ന സൽമാൻ്റെ കൂടെ കറുത്ത ബിലാലിനെ, അതേപോലെ സുന്ദരനായ പരിമളം പരത്തുന്ന മുസ്അബ് ബിൻ ഉമൈറിൻ്റെ കൂടെ കാക്കക്കറുമ്പനായ ബിലാലിനെയൊക്കെ സൊഫിൽ നിർത്തിയതുപോലെ നമ്മളെല്ലാവരും കണ്ടെത്തുക. അള്ളാഹു നമുക്ക് അതിനും കൂടിയുള്ള, അത് ശ്രദ്ധിക്കാനുള്ള തൗഫീഖ് കൂടി അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. രോഗികളായ ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. നല്ല ഈമാനുള്ള സമയത്ത് നല്ല മരണം മരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.
അങ്ങനെ ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുന്നവരായി ഈ സംഘത്തെ അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. മറ്റുള്ള ആളുകൾക്ക് തെറ്റിദ്ധാരണകൾ അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ആളുകളെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് ക്ഷണിക്കുവാനുള്ള താക്കത്ത് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.